എന്റെ സ്വഭാവം അങ്ങനെയാണ് പറഞ്ഞ പിന്നെ ഞാൻ തീരെ വേണ്ടി നമ്മളൊക്കെ പഠിച്ച ടൈമിന് 1ാം ക്ലാസ്സിലല്ലേ മലയാളം ടെക്സ്റ്റ് ബുക്ക് 1ാം ക്ലാസ്സിലല്ലോ. നിങ്ങൾ LKG പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടില്ല. ഏതോ വലിയ ആളാണ് കുട്ടീനെ മുമ്പ് വെച്ചിട്ട് കുട്ടിക്ക് അറിയില്ലപ്പോ. ഇതിന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ? എന്ത് കണ്ടോ? ഇന്നോ 15-ാം തീയതിയോ? ഞാൻ എന്താ വിചാരിച്ചു. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ എന്നുള്ളത് അമ്രിക്കുട്ടി പറയും. അമ്രിക്കുട്ടി ഇവിടെ ആകെ ടയേർഡായി, ജലദോഷമൊക്കെ വന്ന് ടയേർഡായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. നമ്മുടെ അമ്രിക്കുട്ടി ടയേർഡായാണ് ഇങ്ങനെ കിടക്കണേ. അമ്രിക്കുട്ടി ക്ഷീണിച്ചോ? എന്താ അമ്രിക്കുട്ടിക്ക് വയ്യായി എന്തെങ്കിലും ഉണ്ടോ? ജലദോഷമോ? മരുന്ന് കഴിക്കണ്ടേ? മരുന്ന് കഴിക്കലല്ല, മരുന്ന് കുടിക്കലല്ലേ? എങ്ങനെ മരുന്ന് കഴിക്കാൻ പറഞ്ഞാല് ഗുളിക. അപ്പൊ അമ്മിക്കുട്ടി എന്താണ് കഴിക്കണേ? അല്ല, അമ്മിക്കുട്ടി എന്താണ് കുടിക്കണേ? കഫ് സിറപ്പ് അല്ലേ? അമ്മിക്കുട്ടിക്ക് ജലദോഷം ഉണ്ട്, പിന്നെ ചെറിയ രീതിയിൽ ആവി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വാശാപ്പോട്ട് കഫ് സിറപ്പും പാടെ അമ്മിക്കുട്ടി കഴിക്കും അല്ലേ? കഴിക്കും അല്ലേ വാശാപ്പോട്ട്? വാശാപ്പോട്ട് കുടിക്കലല്ലേ? ഇപ്പച്ചിക്ക് ഒന്നും അറിയില്ല അമ്മിക്കുട്ടിന്റെ പോലെ. എന്താ അപ്പൊ ഉമ്മച്ചി ഫ്രഷ് ആകാൻ പോയി. അതിന് മുമ്പ് നമ്മളൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അതെന്താണ്? ബെഡ്ഷീറ്റ് വൃത്തിയാക്കാൻ. നമുക്ക് വൃത്തിയാക്കിയാലോ? നമ്മച്ചി നമുക്ക് വീഡിയോ എടുക്കാം. ഇന്നത്തെ വീഡിയോ എന്താണ്? ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ എന്താ വിചാരിച്ചേ? ഇന്ന് ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡ് വൃത്തിയാക്കലാന്ന് നിൽക്കാറ്. ഞങ്ങൾ ബെഡ് തട്ടോ ഞങ്ങൾക്ക് അമ്മിക്കുട്ടിക്കും കിടക്കാതെ ബെഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ മുത്തേ പറഞ്ഞെടുത്താ? യെസ്. ആരാ ബുക്ക്? അമ്മിക്കുട്ടി എത്രാം ക്ലാസ്സിലെ ബുക്ക്? അമ്രിക്കുട്ടിന്റെ 5 ബുക്ക് പൊതിയാൻ പോവാ അല്ലേ? അതെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് അമ്രിക്കുട്ടിന്റെ ബുക്ക് പൊതിയുന്ന വീഡിയോ ആണ്. രാത്രി 10 മണി, ഏകദേശം 10 മണിയായി. അപ്പൊ അമ്രിക്കുട്ടിനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ്. ഇപ്പൊ നമ്മുടെ ഐഷു ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി നമ്മള് അമ്രിക്കുട്ടിയുടെ ബുക്കുകൾ അമ്രിക്കുട്ടി ബുക്ക് പൊതിയാൻ പോവാണ് ഗൈസ്. ഓക്കെ. ഏയ് ഉറക്ക് വന്നിട്ടുണ്ടോ? ഉറക്ക് വന്നിട്ടില്ല. ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേ ഒരാൾ ചോദിക്കുക എങ്ങനെയുണ്ട് ഇന്നെ കാണാനേ? ആ ആളാരാ മുത്തേ പറഞ്ഞു കൊടുത്താ? ആരാണ്? ഉമ്മച്ചിയോ? നല്ല മൊഞ്ചായിശോ, നല്ല ചൊറുക്ക. നിന്നെ കാണാൻ നിന്നെക്കാടും ചന്തം തോന്നോ ഐശു കാണാൻ. എന്നിട്ട് അതിന് ശേഷമല്ലോ അവര് കേക്കണം. എന്നിട്ടെന്തേ നിന്നെ കാണാൻ ഇന്ന് വരെ വന്നില്ലാരും. നിന്നെ കെട്ടാ അങ്ങനെ അങ്ങനെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ. അമ്മിക്കുട്ടിയെ, അപ്പൊ ഗൈസ് നമ്മുടെ വിഷയം തെന്നി പോകണ്ടേ? നമ്മൾ ബുക്ക് എത്തിയല്ലേ? ഞാൻ ബുക്ക് പോലെ എന്തൊക്കെയാ അവിടെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്താ? ഫോട്ടോ ആണേ. ഇതെന്താണ്? നെഹി. ദിസ് ഈസ് നെയിം സ്ലിപ്പ്. എന്താണ് നെയിം സ്ലിപ്പ്? അമ്മിമോളെ ഇപ്പച്ചി പറയാൻ മതി, മോളാക്കി പറയണ്ട. എന്റെ കുട്ടി തെറ്റാ പച്ച പഠിപ്പിച്ചു തന്നെ. ഇതാണ് അമ്മിക്കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പ്. ഇതാണ്. നമ്മൾ ഡിവിഷനൊന്നും അടിച്ചില്ല. കാരണം എന്താ അറിയോ? എന്താ നെയിം സ്ലിപ്പിൽ ഡിവിഷൻ അടിക്കാതെ? സോറി സബ്ജക്റ്റ് ആവശ്യമില്ല. ഇതുപോലെ സബ്ജക്ട് അടിക്കാതിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് കാര്യമായിട്ട് സബ്ജക്ട് എഴുതേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ട്രാൻസ്പെറന്റ് കവർ കൊണ്ടാണ് പൊതിയുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്ട് ഒക്കെ ഓൾറെഡി കാണുന്നുണ്ട്. ആർക്കും അറിയില്ലപ്പാണോ എല്ലാ സംഭവം ശരി ചടപ്പിച്ച് ആയിക്കോട്ടെ. അതല്ല, ഞാൻ ചില ആളുകൾക്ക് കാണുമ്പോൾ എത്താത്ത നെയിം സ്ലിപ്പ് ഇങ്ങനെ ആരും ഉണ്ടാക്കലുണ്ടാവും. നെയിം സ്ലിപ്പ് സബ്ജക്ട് ചെയ്തു, സ്കൂൾ എഴുതി, അങ്ങനത്തെ ഒക്കെ ചെയ്തു, നമ്പർ ഒക്കെ ചെയ്തു. നമ്മളാകെ പേരും ക്ലാസ് മാത്രം ബുദ്ധിമാനോ? ഞാൻ തെറ്റല്ലേ? ഇത് പച്ചണ്ട. ഞാൻ പൊതിയല്ലേ നമ്മള് ഇന്നത്തെ സബ്ജക്ട് ഏതൊക്കെ പൊതിയാളെ? ഒന്ന് മലയാളാണ്, ബാക്കിയാ നോക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം.
ക്യാമറന്റെ ബാക്കിൽ നിന്നാണ്ട് ഇവിടെ വലിയ ഡയലോഗ് അടിക്കണത് നോക്കണ്ട. ഇന്നലെ അമ്പിക്കുട്ടിയുടെ ബുക്കൊക്കെ ഉറക്ക് കളഞ്ഞ് ഇവരൊക്കെ ഉറങ്ങിയപ്പോ കളവ് പറയാൻ പാടില്ല, ഇന്നലെ നിങ്ങൾക്ക് കമ്പനിക്ക് ഞാനോ ഇരുന്നത് ഇല്ല. ഞാൻ ഒറ്റക്ക് ഡൈനിങ് ഹാളിൽ നിന്നിട്ടാണ് ഡൈനിങ് ഹാളിൽ നിങ്ങൾ ഇരുന്നേ. ഞാൻ എന്നോട് പറഞ്ഞ ചേട്ടക്ക് വരണ്ട ആജ് വന്ന പൊതുവെ നടക്കൂലാണ്. അത് ഓർമ്മ ഉണ്ടോ? പറഞ്ഞു തീരെ മെയിൻ ചെയ്യാനൊക്കെ കുറച്ചൊക്കെ മെയിൻ ചെയ്തു. എന്റെ സ്വഭാവം അങ്ങനെയാണ്. പറഞ്ഞ പിന്നെ ഞാൻ തീരെ മെയിൻ ചെയ്യൂല. ഞാൻ പറഞ്ഞത് അതേപോലെ അനുസരിക്കണം. ഞാൻ ഇല്ല, ഞാൻ പുതിയട്ടോ. ഏതൊക്കെ ബുക്കാണ് അമ്രിന്റെ വാട്ടർ ബോട്ടിലും നഴ്സിന്റെ ബോക്സും കാണുന്നില്ല. വെറും അമ്രിനാ. നാളത്തേക്ക് മലയാളം ടെക്സ്റ്റ് ബുക്കും 2 ലൈൻ നോട്ട് ബുക്കും. ഇന്നലെ തന്നെ പോയി. ഇന്നലെ 3-4 പോയി. വേണ്ട, അത് നാളേക്കുള്ള ചെയ്ത് നമ്മളൊക്കെ പഠിച്ച ടൈമിന് 1-ാം ക്ലാസ്സിലല്ലേ മലയാളം ടെക്സ്റ്റ് ബുക്ക്. 1-ാം ക്ലാസ്സിലല്ലോ. നിങ്ങൾ LKG പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടില്ല. ഏതോ വലിയ ആളാണ്. കുട്ടീനെ മുമ്പ് വെച്ചിട്ട് കുട്ടിക്ക് അറിയില്ലപ്പോ. 2 ലൈൻ നോട്ട് ബുക്ക്. കള്ളിയല്ല, സ്ക്വയർ ആണ്. മാത്സിന് അതൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ഞാനിപ്പോ അമ്രിക്കുട്ടിന്റെ സ്കൂൾ ലൈഫ് തുടങ്ങിയാലാണ് ഇങ്ങനത്തെ സംഭവം. ഞാനും അങ്ങനെ. ഈ കള്ളി നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഇത് അമ്രി സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ സംഭവം കാണണേ. ഞാനോ എങ്ങനെ അറിയാം? ഭയങ്കര അറിവുള്ളതാണ്. അത് എന്താ അറിവുണ്ടായിട്ടില്ല. അറിയാത്ത അറിവ് സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ? ഞാൻ വരുന്നതിന് മുമ്പേ മനസ്സിലാക്കിയല്ലോ ഇതൊക്കെ വണ്ടി ഞാൻ അത് കണ്ടിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടു. അപ്പൊ ആവശ്യമുള്ള 2 ബുക്ക് മാത്രം എടുത്തിട്ടോ. അങ്ങനെ അമ്രിക്കുട്ടി പൊടി കുട്ടിക്കാണ്. പുതിയ ഉണ്ടാ? ഇന്നലത്തെ കഴിഞ്ഞോ? കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പൊ വീഡിയോ എടുക്കല്ലേ, അപ്പൊ വീഡിയോക്ക് ഒരു ദമ്മായിക്കോട്ടെ വെച്ചിട്ട് എടുത്തതാ. അതിൽ കുറച്ചല്ലേ ഉള്ളൂ. ഇവിടെ കത്രിക ഉണ്ടെങ്കിലൊക്കെ ഇത് മറ്റേ ക്വാളിറ്റിക്കടാ. അങ്ങനെ ഞാൻ പറഞ്ഞേ ഇത് അങ്ങനെയാണ്. ഞാൻ അവിടുന്ന് കണ്ടപ്പോഴേ പറഞ്ഞു മറ്റേന്റെ മതിയെല്ലാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ട് ക്വാളിറ്റി ഇത് പറ്റ നൈസാണല്ലോ. ഇത് ചാളി കുടിച്ചായില്ലേ? മറ്റേ നമ്മളോട് ഫസ്റ്റ് ഇയർത്തെ ഹൈലൈറ്റ് എടുക്കാനായില്ല. വിലക്കും മാറ്റണ്ടല്ലോ. സ്കെയിൽ ഇട്ടാ. അതെ, ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ ഫ്ലൈ വണ്ണത്തെ പർച്ചേസിംഗ് ആണ് എമൗണ്ട് കൂടിയത്. അതെ, പ്രാവശ്യം ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയ. മറ്റേ എക്സ്പെൻസീവ്. എന്താ സംഭവം അറിയോ? നമ്മള് സ്കൂൾ പഠനം തുടക്കേനി. അപ്പൊ അമ്രിക്കുട്ടിനെ ഫസ്റ്റ് നമ്മൾ സ്കൂൾക്ക് പറഞ്ഞിരിക്കണം. ആ ഒരു എക്സൈറ്റ്മെന്റില് ഉഷാറാക്കി. വലിയ ഉഷാറൊന്നല്ല. ഇത് ആർക്കും അറിയാത്ത. എനിക്കല്ലെങ്കിൽ ഇന്ന എവിടെയാണോ എനിക്ക് മൈനസ് ആക്കാൻ കിട്ടുന്നത് അടക്കേക്ക് മൈനസ് ആക്കി. അങ്ങനെ പറഞ്ഞത് കുട്ടിയെ ഇതിന് മറ്റേനുമായി വെട്ടാനൊന്നുമില്ലല്ലോ. അത് വലിയ ഇതൊന്നും വരില്ല, ബാലൻസ് ഒന്നും വരില്ല. പിന്നെ ലിക്ക, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നമുക്ക്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആന്തി നോക്കണ്ട. എത്ര തീയതിയാ? 13-ാം തീയതിയോ? 15-ആയോ? 15-ആയി. 15-ാം തീയതി. നിങ്ങൾ പ്രത്യേകത പറഞ്ഞില്ല. പറയ്. വേണ്ടാത്ത പണിയെടുക്കണ ഇന്ത്യക്ക വേണ്ടാത്ത പണിയെടുക്കുന്നു. കീറണ്ടല്ലോ. വെട്ടിക്കാളി ഏനല്ലേ കത്രിക. നിങ്ങൾ ദിവസത്തിന് പ്രത്യേകത പറയ്.
പ്രത്യേകത പറയും നല്ല സുഖം ഉണ്ടെങ്കിലും ഇത് ഞാൻ അങ്ങനെ വലിച്ചു കീറിയല്ലേ ആണ്. ഇതെന്താ വരാത്തെ? ഇത് പ്രത്യേകത പറയുണ്ടോ? ഇതിന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ? എന്ത് കോൺസെൻട്രേഷൻ കണ്ടോ? കണ്ടോ നിങ്ങക്ക്? പിന്നല്ലാതെ ഇത് കിട്ടൂട്ടോ ഈശോ. സംഭവത്തിലേ ഇത് ക്വാളിറ്റി ഇല്ലാതെ ഇത് കീറിയിട്ട് വരുന്നില്ല. മറ്റേ നല്ല സുഖം പക്ഷെ ഇത് ആദ്യം കീറിയില്ല. എന്താ അവിടെ കട്ടില്ലാതെ കൊടുത്തിട്ടുണ്ടാവുന്നത്? അത് ഒഴിവാക്കാനുള്ള എനിക്കറിയില്ലോ. നീ കത്തി കൊണ്ട് വെട്ടുമ്പോ വളയൂലേ? ചോദിച്ചിൽ നിന്ന് തെഞ്ഞു മാറി. 15-ാം തീയതി പ്രത്യേകത എന്താ? ക്യാഷ് വാങ്ങിയാനോട് 15-ാം അതല്ല, അമ്പിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇന്നോ 15-ാം തീയതിയോ? അല്ല, അമ്രിമോക്ക് അറിയാം അമ്രിക്കുട്ടിയെ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യൽ എന്താണ്, പ്രത്യേകത എന്താണ്? ഇന്നാണ് എന്റെ അമ്പിക്കുട്ടിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഹോംവർക്ക് കിട്ടിയ ദിവസം. അല്ലേ? അമ്പിക്കുട്ടിന്റെ സ്കൂൾ പഠനം തുടങ്ങിയാലേ ഫസ്റ്റ് ഹോംവർക്ക് കിട്ടിയത് ഇന്നത്തെ അന്നാണ്. അമ്രിക്കുട്ടി എന്തേലും ഹോംവർക്ക് എന്താ മിസ് തന്നിരുന്നേ? കുട്ടി പറയട്ടെ, എന്താ ഹോംവർക്ക് തന്നിയത്? അമ്രി മോളെ, അമ്രി അമ്രി മോളെ, ചോദിച്ചതിന് മറുപടി തന്നില്ല. എന്തോ ഹോംവർക്ക് എടുത്ത് പറഞ്ഞുകൊടുത്താ ഇങ്ങനെ എടുത്താൽ മതി. പറഞ്ഞുകൊടുക്കേ എന്തോ ഹോംവർക്ക് ചെയ്യുന്നു. വീഡിയോ കേൾക്കൂലല്ലോ ഒന്നും. സ്റ്റാൻഡിങ് ലൈവ് പൊതിന്റെ മേലെ ഒട്ടിച്ചണേ. സ്റ്റാൻഡിങ് ലൈവ് ഒന്ന് പൗതി ആക്കിയാണ്ടേ നോട്ട്ബുക്ക് പൊതിയാൻ പോകണം. എന്താ അതിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്? എന്താ വെച്ചാല് ഇങ്ങനെ പൊതിയുമ്പോ വേഗം കഴിക്കണ മതിയോ? ഓരോ കണ്ടുപിടുത്തേ. അത് ഞാൻ മറ്റേക്ക് വെച്ച് നോക്കിയാണെങ്കിൽ അങ്ങനെ വെക്കാതെ. ഞാൻ വരയ്ക്കണ്ട കേട്ടോ. മലയാളം നെയ്തണോ? അമ്പിക്കുട്ടി ഉറങ്ങി, നമ്മളെ പൊതിയും കഴിഞ്ഞു ഗൈസ്. അമ്പിക്കുട്ടി പൊതിയാനും വേണ്ടിയിട്ട് അമ്പിക്കുട്ടിനെ കാത്തിക്കണം. ഇന്നലെ രാത്രി സംഭവത്തില് ഓളുറങ്ങി. അപ്പൊ ഞങ്ങള് പൊതിഞ്ഞി. പിന്നെ ഇന്ന് നേരം വിളിച്ചാരെ രാവിലെ ആക്കി സ്കൂൾ പോകുന്ന ടൈമിൽ കൂട്ടാതെ പൊതിഞ്ഞാല്. അപ്പൊ ഒന്ന് കൂട്ടി പൊതിഞ്ഞു. അപ്പൊ ആൾ ഉറങ്ങിയിട്ടുണ്ട്. കപ്സിലൊക്കെ കുടിക്കണം. കുടിച്ചില്ല, ഇനി രാവിലെ കൊടുക്കല്ലേ. ഞങ്ങളെ ബുക്ക് പൊതിയൊക്കെ കഴിഞ്ഞു. ഈ ബാക്കി ബുക്കുകളൊന്നും പൊതിയാണ്ട്. ഇന്നലെ കുറച്ച് പൊതിഞ്ഞു, ഇന്ന് 2 പൊതിഞ്ഞു. ഓരോ ദിവസം ഓരോ സബ്ജക്ട് ടൈം ടേബിൾ പറയുന്നത് പുതിയ ദേശീയോ. അതാണ് ഞങ്ങളുടെ പരിപാടി ഗൈസ്. അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഐശ്വര്യ ക്യാമറ ഒക്കെ പിന്നിലുണ്ട്. ഉറക്കമെന്നാണല്ലേ ഗൈസ്. എന്റെ അമ്പിക്കുട്ടി ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങാണ്. ഓക്കെ ബൈ.